ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുഞ്ഞാപ്പിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മൂത്തമ്മ ജോലിക്ക് പോയാൽ അവൻ്റെ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫും പറയുന്നത്. മൂത്തമ്മ വരുന്ന വരെ അവന് ബോറടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ അത് ഇന്നൂക്ക് സ്കൂളുണ്ടായിരുന്നില്ല. ഇന്ന് ശനി ആയത് കാരണം ഇന്നൂക്ക് ഇന്ന് സ്കൂളുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ സ്കൂളിലായിരുന്നു. ഇന്നും കുഞ്ഞാപ്പി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളൊക്കെ ആയല്ലോ എന്ന്. എനിക്ക് പിന്നെ വെയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ലോങ് വീഡിയോ ഒന്നും ഇടാൻ അവസരം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ അതാ ഇന്നൊരു കുഞ്ഞാപ്പീൻ്റെ ഡേ ഇൻ മൈ ലൈഫായി വന്നിട്ടുണ്ട്. ഫസ്റ്റിന് രാവിലെ എണീച്ചതും മൂത്തവൻ പോവും, പിന്നെ അവന് ഒറ്റക്കാവും. പിന്നെ സ്കൂളിൽ വീട്ടിൽ സാധാരണ കുട്ടികളൊന്നും ഉണ്ടാവില്ല. ഇന്നൂക്ക് ഇന്ന് സ്കൂളില്ലാത്ത കാരണം ഇന്നും ഉണ്ട് കിടന്ന്. അവൻ രാവിലെ തന്നെ കല്ലെടുത്ത് എറിഞ്ഞ് കളിക്കുകയാണ്. ഞങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എറിഞ്ഞൊരു പതിവാക്കും. എനിക്ക് പൂക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പൂക്കൾ കിട്ടിക്കഴിഞ്ഞാൽ പിച്ചി മാന്തി പിന്നെ ചിലപ്പോൾ തൊള്ളയിലിടും. കൊണ്ട് പൂക്കൾ ഒന്ന് ജസ്റ്റ് കൊടുത്തു നോക്കുകയാണ്. അവൻ വന്ന് വാങ്ങണുണ്ട്. അതും പിച്ചി മാന്തിയിട്ടൊക്കെ വാങ്ങണേ, തൊള്ളയിലിടണണ്ട. പിന്നെ അവൻ കുറേ നേരം ഇങ്ങനെ ബോറടിച്ചിരിക്കും. അപ്പം അതാ എടുത്ത് നടക്കുകയാണ്. അവനെ എടുത്ത് നടക്കുമ്പോൾ ചിരിക്കുകയാണ്. അവനിക്ക് എന്താ നടക്കുമ്പോൾ സുഖം. പിന്നെ ഇതാ സ്മൂത്ത് മൂത്താപ്പ സ്മൂത്ത് കൊടുന്നു. അപ്പം അതവൻ കുടിക്കുകയാണ്. എങ്ങനെ കുടിക്കണ്ടെന്ന് അറിയില്ല, എങ്ങനെയൊക്കെ കുടിക്കണ്ട അവനക്ക് ആകെ 6 പല്ല് വന്നിട്ടുള്ളൂ. ഭയങ്കര ക്യൂട്ടാണ് അവൻ കുടിക്കുമ്പോൾ. ഇതാ ഇന്നൂക്ക് സ്കൂളിലാത്ത കാരണം ഇന്നു ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നൂക്ക് സ്കൂളിലാത്ത കാരണം കുഞ്ഞാപ്പിക്ക് സുഖമായി. അവന് ഈ ഇന്നു ഇരുന്ന ഇവിടെ ആകെ തല്ലൂട്ടാണ്. കുഞ്ഞാപ്പിക്ക് അത് കൊടുത്ത് ഇത് കൊടുത്തും പറഞ്ഞിട്ട്. ഇതാ ഇന്നിപ്പോൾ അതാ കുറച്ച് സ്മൂത്തി കളഞ്ഞു വന്നിട്ട് ഉമ്മച്ചീനെ നോക്കുകയാണ്. ഇതാ പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ റന വന്നിട്ടുണ്ടായിരുന്നു കളിക്കാൻ, ഇന്നുവിൻ്റെ ഫ്രണ്ട്. പിന്നെ അവർ 3 ആളും കൂടി കളിയായി. കുഞ്ഞാപ്പിക്കാണെങ്കിൽ ആരിനേലും കണ്ട അപ്പം തുടങ്ങി ഓടാൻ. പിന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇങ്ങനെ നടക്കുക, അവരുടെ ഒപ്പം ഇങ്ങനെ കളിക്കുക, താത്തമാരുടെ ഒപ്പം. പിന്നെ അതാ വീട്ടിൽ കയറി കുറേ നേരം പുറത്ത് കളിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റി. പിന്നെ അതാ ഇവിടെ സോഫയിൽ ഇരിക്കുകയാണ് കുഞ്ഞാപ്പി, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ അവർ കളിപ്പാട്ടൊക്കെ വാരി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഇതൊക്കെ ഞാൻ തന്നെയാണ് വൃത്തിയാക്കിയത്. ഇന്നും അതിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് പുറത്തിടും. ഇതപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്ക്. എന്നിട്ടൊരു ബലൂൺ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു. അവിടെ കുഞ്ഞാപ്പി എന്തൊക്കെയോ റിപ്പയറിങ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നശിപ്പിക്കുകയാണ്. ആ സ്പൈഡർമാൻ്റെ തലയൊക്കെ എവിടെയെന്നാവും. ചെക്കൻ അതൊക്കെ വലിച്ചെടുത്തു. റനമോൾ ഇന്നും കൂടി നൈസായിട്ട് മേലെ കയറാൻ നിൽക്കുകയാണ്. ഇതാ കുഞ്ഞാപ്പി കുളിക്കാൻ ടൈമായി. ഇതാ കുളിക്കാൻ കയറുകയാണ്. ബാത്റൂം കണ്ട അവനിക്ക് എവിടെയും ഇല്ലാത്തൊരു കുന്തളിപ്പാണ്. ബാത്റൂം കണ്ട അപ്പോൾ വെള്ളം എടുത്ത് വാരി ഒഴിക്കുക. എന്തൊക്കെയാണ് ബാത്റൂം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ വെള്ളം തുറന്നിട്ടതും ഇതാ കപ്പിൽ വെള്ളം എടുത്തിട്ട് ഓരോ കോപ്രായം കാട്ടാനും കുഞ്ഞാപ്പി. അവൻ്റെ മേത്തേക്കല്ല വെള്ളം ഒഴിക്കുക, അവൻ ടൈലുമുക്കൊക്കെ വെള്ളം ഒഴിക്കുക. ഇതാ വാപ്പപ്പ റനമോൾക്കും ഇന്നൂക്കും ബിങ്കോ കൊടുത്താൽ 2 ആളും കഴിക്കുകയാണ്. കുഞ്ഞാപ്പി അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ഇവർ 3 ആളും കളിയാണ് കുറച്ച് നേരം. ഇന്നും കുഞ്ഞാപ്പിയൊക്കെ പാട്ട് പാടി കളിക്കുകയാണ്. ഇന്നും ഓരോ പാട്ട് പാടും. അവനക്ക് ചോറ് കൊടുക്കുകയാണ് ഉമ്മച്ചി. ഇപ്പോൾ ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാണ്, ആകെ മടിയനാണ്. ഇന്നിത് ഓരോ പാട്ട് പാടി ഓരോ ഡാൻസ് കളിക്കുക. അവനക്കാണെങ്കിൽ ഒന്നും വേണ്ട, ചോറ് പോലും വേണ്ട. ചോറ് പോലും നേരം പോലെ കഴിക്കുള്ള അവനിവിടെ കൈ കൊട്ടിരിക്കുക. ഇപ്പോൾ വൈകുന്നേരമായി. ഞാനൊക്കെ സ്കൂൾ വിട്ട് വന്നു. കുഞ്ഞാപ്പി വൈകുന്നേരമായപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറ്റി ചെരുപ്പൊക്കെ ഇട്ട് ഞാനിതാ ചെരുപ്പായിട്ട് വരികയാണ് കുഞ്ഞാപ്പിക്ക് ചെരുപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ചെരുപ്പൊക്കെ ഇട്ട് കുഞ്ഞാപ്പി സുന്ദരനായി. ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. എപ്പോഴും വൈകുന്നേരം ഒരു പതിവാണ് ഞങ്ങൾക്ക് നടക്കാൻ പോകൽ. എന്നിട്ട് നടക്കാൻ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഉത്സാഹം വെച്ചിട്ടാ ഓടിപ്പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്നിക്കാട്ട് മുന്നിലാണ് അവൻ ഓടിപ്പോവാണ്. വേഗം അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. പിന്നെ ആട്ടിൻകുട്ടീനെയൊക്കെ കണ്ടപ്പോൾ വേഗം അങ്ങോട്ട് ഓടിപ്പോവാണ്. ഇനിയും കൂടി കൂട്ടാണ്ട് പോണ്. അതിൻ്റെ പിന്നാലെ ഞാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത്.